ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് ആക്ച്വലി ഡിസംബർ 31 ആണ്, നമ്മുടെ 2025 ലാസ്റ്റ് ദിവസമാണ് കേട്ടോ. സോ ഇന്ന് നമ്മൾ ഫയർ വർക്ക്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നേരെ റാസൽ കൈമയ്ക്കാണ് കേട്ടോ പോണത്. UAE തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഫയർ വർക്ക്സ് നടക്കുന്ന ഒരു സ്ഥലമാണ് റാസൽ കൈമ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ വിചാരിക്കുമായിരുന്നു ഏതെങ്കിലും ഒരു ന്യൂ ഇയറിന് നമുക്ക് റാസൽ കൈമ പോകണം എന്ന്. കുറേ ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടു അവിടേക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ലൈക്ക് ഭയങ്കര തിരക്കായിരിക്കും, റോഡൊക്കെ ക്ലോസ്ഡ് ആയിരിക്കും, പിന്നെ അവിടെ രജിസ്ട്രേഷനൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയ സമയത്ത് കാർ പാർക്കിംഗ് രജിസ്ട്രേഷൻ മാത്രം നമുക്ക് മതി കേട്ടോ അവിടേക്ക് പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ തന്നെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു ആപ്ലിക്കേഷൻ വഴി. അപ്പോൾ നമുക്ക് QR കോഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പോകാമെന്ന് വിചാരിച്ചു. അവിടെ എൻട്രി ടൈം പറഞ്ഞിരിക്കുന്നത് 3 മണിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ പോയാൽ മാത്രമേ നമുക്ക് ആ സ്ലോട്ട് കിട്ടുള്ളൂ. എല്ലാവർക്കും ഡെഡിക്കേറ്റഡ് സ്ലോട്ടും കാര്യങ്ങളൊന്നുമില്ല, ഒരു QR കോഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ പോയി പാർക്കിംഗ് കിട്ടുന്നത് നമ്മളെ ഭാഗ്യം പോലെ ഇരിക്കും കേട്ടോ. പാർക്കിംഗ് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് അതിനുള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് എവിടെയും പാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളിപ്പം ഹാഫ് വേ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് റാസൽ കൈമ ആ ഒരു സ്പോട്ടിലെത്തും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്, കാരണം നമ്മളിവിടെ ലൂക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ലൂക്കൊക്കെ പി ഒക്കെ ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ചെറിയ സ്റ്റോപ്പ് എടുത്തിരിക്കുക. ഇനി നമ്മൾ നേരെ അവിടേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയാലേ അറിയുള്ളൂ എന്താണ് അവിടുത്തെ അവസ്ഥ എന്നൊക്കെ. നമ്മൾ പറഞ്ഞു കേട്ട അറിവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് അവിടേക്ക് പോയി നോക്കാം അവിടുത്തെ അവസ്ഥ എന്താണെന്ന്. ഇപ്പം തന്നെ അത്യാവശ്യം ബ്ലോക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ പെട്ടു പോകുന്നൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. എന്തായാലും അവിടെ എത്തിയാൽ മാത്രമേ അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. കുറച്ച് നേരത്തെയാണ്, ബട്ട് സ്റ്റിൽ പ്രശ്നമില്ലേ, നമുക്ക് അവിടെ എവിടെയും വെയിറ്റ് ചെയ്യാം. കുറച്ച് നേരം ഇന്ന് സീരീസൊക്കെ കാണാമെന്ന് പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ പോണത്. ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് അവിടെ എന്തൊക്കെയോ സ്റ്റോളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. സോ അവിടെ എത്തിയിട്ട് എന്തൊക്കെയാണ് അവിടെയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഇവിടെയാണ് ഫയർ വർക്ക്സിനുള്ള പാർക്കിംഗ് സൗകര്യമൊക്കെ ഉള്ളത്. ഇത് കറക്റ്റ് എവിടെയാണ് നടക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. പക്ഷേ ഈ പാർക്കിങ്ങിലാണ് നമ്മൾ സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. 700 പാർക്കിംഗ് സ്ലോട്ടുകൾ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല സെക്യൂരിറ്റി ഗാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് വോളണ്ടിയേഴ്സൊക്കെ ഉണ്ട്. കാരണം ഭയങ്കര റഷ് ആവുമെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 5 മണിയും കൂടി ആയിട്ടില്ല കേട്ടോ, 4:35 ആയിട്ടുള്ളൂ. അപ്പം തന്നെ ഇത്രയധികം തിരക്കുണ്ട്. നമ്മൾ വന്നപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ നല്ല രീതിയിൽ തിരക്കുണ്ട് കേട്ടോ. വണ്ടികൾ വന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ആദ്യം ഇവിടെ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഏകദേശം ഒരു 3:30 എത്തിയപ്പോഴത്തേക്ക് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. 2-3 വണ്ടി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾ കണ്ടോ, വണ്ടികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ കുട്ടി കുട്ടി ഷോപ്പുകളുണ്ട്. അതൊക്കെ ജസ്റ്റ് ഇപ്പോൾ അവർ തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. അവരെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഞങ്ങൾ കയറുന്ന എൻട്രൻസിൻ്റെ അവിടെ ഒരു ഷോപ്പ് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇനി കുറച്ചും കൂടി ഷോപ്സൊക്കെ അവിടെ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ കൂടുതൽ ആൾക്കാരും ടെൻറ്റൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. പിന്നെ നമ്മൾ ഒരു ടെൻറ്റ് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ 2 ടെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഒരു ടെൻറ്റ് മാത്രമേ ആവശ്യമുള്ളൂ, കാരണം നമ്മളിവിടെ എന്തായാലും കിടന്നുറങ്ങാൻ പോകണില്ല. നമ്മൾ ജസ്റ്റ് വെറുതെ ഒന്ന് ടെൻറ്റ് ഇട്ടു എന്നേ ഉള്ളൂ കേട്ടോ. നമുക്ക് സ്ഥലം ഇവിടെ ഒന്ന് ഒക്യുപ്പൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിവിടെ ടെൻറ്റ് ഇട്ടിട്ടുണ്ട്. 2 ചെയറും അതേപോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ എല്ലാവരും ഇങ്ങനെ സ്ഥലം പിടിച്ചിരിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ എനിക്കൊന്ന് കൂടുതൽ വണ്ടികൾ വരുമ്പോഴത്തേക്കും ആൾക്കാർക്ക് സ്ഥലം കിട്ടാണ്ടാവണ്ട വിചാരിച്ചിട്ടായിരിക്കും കുറേ ആൾക്കാർ ടെൻറ്റ് ഇട്ടിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും ഓർഡർ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങൾ ഫുഡൊന്നും അങ്ങനെ ഭയങ്കരമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഓർഡർ ചെയ്യണം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ നോക്കിയിട്ട് നമുക്ക് ഇവിടെ എന്തെങ്കിലും ഡെലിവറി ഒക്കെ ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാൻ വിചാരിച്ചിട്ട്. ഇനി ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് ഇതിനുള്ളിലേക്ക് കയറാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം അപ്പോഴത്തേക്ക് ചിലപ്പോൾ ഫുള്ളായി പോയാലോ വിചാരിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് എന്തായാലും പോകണില്ല കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു 2025? കളർഫുൾ ആയിരുന്നു. 2026 എങ്ങനെയാവും ഒന്നും പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ഇവിടെ മെയിൻലി എടുത്ത് പറയേണ്ടത് ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് മാത്രമല്ല നല്ല ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റ് ആയിരുന്നു. അവിടെ 2 പേര് ക്ലീനിങ്ങിന് മാത്രമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റ് ആയിരുന്നു. അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. കാരണം ഇത്ര ആൾക്കാർ വരുന്നൊരു ഫംഗ്ഷനിൽ ടോയ്ലറ്റ് ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.
ഇപ്പം നമ്മൾ നടന്നിട്ട് അടുത്തുള്ള മോളിലേക്ക് പോവാണ് കേട്ടോ. കാരണം നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നപ്പോഴത്തേക്കും ഒന്നും ചെയ്യാനായിട്ടില്ല കേട്ടോ. നല്ല തിരക്കായിട്ട് വരുന്നുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു കാർ അവിടെ തന്നെ നിർത്തിയിട്ട് നമുക്ക് നടന്ന് അടുത്തുള്ള മോളിലേക്ക് പോവാം. അതാകുമ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിക്കാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അർജുനൊരു വാച്ച് മേടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടുന്ന് അതും കൂടി നോക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുക. അർജുൻ മിച്ചു ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു. അവരവിടുന്ന് എന്തെങ്കിലും ഫുഡ് മേടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പോയതായിരുന്നു. പക്ഷേ അവിടെ എത്തിയപ്പോൾ അവർ പറഞ്ഞു അവിടെ ഇങ്ങനെ നല്ല രസമുണ്ട് മോളൊക്കെ കാണാൻ വേണ്ടി, നിങ്ങളും കൂടി വേണേൽ അങ്ങോട്ടേക്ക് വന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് ഏകദേശം 1.2 കിലോമീറ്റേഴ്സ് നടക്കാനുള്ള, പക്ഷേ 22 മിനിറ്റേ കാണിച്ചുള്ളൂ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ നമുക്ക് മോള് വരെ പോയി കുറച്ച് നേരം അവിടേക്ക് ഒന്ന് കറങ്ങി തിരിഞ്ഞ് നടക്കുമ്പോഴത്തേക്ക് ഏകദേശം സമയമാവല്ലോ. വെറുതെ ഇവിടെ ഇങ്ങനെ കാറിലിരിക്കുന്നതിലും ബെറ്റർ ആണല്ലോ നമ്മൾ അവിടെ പോവുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കണ്ടും കഴിച്ചും ഒക്കെ ഇരിക്കാമല്ലോ വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മൾ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സമയം ഏകദേശം 5:30 ആയിട്ടുള്ളൂ. പക്ഷെ നല്ല രീതിയിൽ തിരക്കായി തുടങ്ങിയിട്ടോ. ഞാൻ നിങ്ങൾക്ക് ബ്ലോക്ക് കാണിച്ചത് ഇവിടുത്തെ. പിന്നെ അത് മാത്രമല്ല നിറയെ പോലീസ് ജീപ്പും ആംബുലൻസൊക്കെ ആയിട്ട് ആകെ ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരെ മോളിലെത്തിയിട്ടോ. നല്ല രസമുള്ള മോളായിരുന്നു കേട്ടോ കാണാനായിട്ട്. ചെറിയ മോളാണ്, ബട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നേ. അത് മാത്രമല്ല ക്രിസ്മസ് തീമിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിരുന്നു. അപ്പം വിച്ചു നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല അവർ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു എന്ന്. പിന്നെ അർജുനൊരു വാച്ച് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫസ്റ്റ് പോയിട്ടോ. അപ്പോൾ അർജുൻ കുറച്ച് കാലമായിട്ട് ഈ വാച്ച് ഇങ്ങനെ മേടിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു വാച്ചൊക്കെ മേടിച്ചു അവിടുന്ന്. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. മോളിനുള്ളിൽ തന്നെയുള്ള റെസ്റ്റോറൻറ്റാണ് കേട്ടോ. അവിടെ കയറിയിട്ട് നമ്മൾ ഒരു ഫലാഫിലും അതേപോലെ ഷവർമയും മേടിച്ചിട്ടോ. ഷവർമേൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. കാരണം കഴിക്കാനുള്ള ഒരു ആക്രാന്തത്തിൽ ഞാൻ ഷവർമേൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം നമ്മളവിടെ ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. നമ്മൾക്ക് മെയിനായിട്ട് സമയം എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ചിലവാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഓരോ സ്ഥലത്തും കുറേ നേരം നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ കുറേ നേരം ഇരുന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം എനിക്ക് മിനീസോന്ന് ഒരു സാധനം മേടിക്കാൻ. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച സാധനം അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് വാങ്ങിക്കാണ്ട് തിരിച്ചിറങ്ങി. പിന്നെയും ഒരുപാട് സമയമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആപ്പിളിൻ്റെ സ്റ്റോറിൽ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഈ ഒരു ഫോൺ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് 17 Air എന്ന് പറഞ്ഞിട്ടുള്ള ഫോണാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഭയങ്കര സ്ലിമ്മായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടുത്തെ കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ നോക്കി. നമ്മളിവിടെ ആപ്പിളിൻ്റെ ഷോറൂമിൽ കയറിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ വിലയൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഓൺലൈനിനെക്കാട്ടിലും കുറവ് പ്രൈസാണ് കേട്ടോ ഇവിടെ ഉള്ളത്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഇവിടെ എന്തായാലും വില കുറവാണ് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ അടുത്തൊരു 17 എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെക്കാട്ടിലും വില കുറവാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത്. സാധാരണ നമ്മൾ ഓൺലൈനിലാണ് കുറച്ചും കൂടി വില കുറവിൽ കാണാറുള്ളത്. ഇങ്ങനെ ഷോറൂംസിലൊന്നും നമ്മളങ്ങനെ വില കുറവിൽ കാണാറില്ല. പക്ഷേ ഇവിടെ അത്യാവശ്യം വില കുറവിലാണ് കേട്ടോ ഉള്ളത്. അപ്പം നമ്മൾ അവിടെ കയറി കുറച്ച് ഫോണൊക്കെ നോക്കി. എനിക്കതിൽ iPhone Air ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഭയങ്കര സ്ലിം ആയിട്ടുള്ള സെറ്റാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ മോളിൽ നിന്ന് തിരിച്ചതായി ഗ്രൗണ്ടിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഗ്രൗണ്ടിലെത്തിയപ്പോഴത്തേക്ക് ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചു. നല്ല തണുപ്പായിരുന്നു കേട്ടോ. രാത്രിയും കൂടെ ആയതുകൊണ്ട് നല്ല കാറ്റും നല്ല തണുപ്പുമായിരുന്നേ. അപ്പോൾ നമ്മൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ DJ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കുറച്ച് നേരം കണ്ടിരുന്നു. പക്ഷെ കമ്പാരിറ്റീവ്ലി ആൾ കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. ഈ ഗ്രൗണ്ടിലൊന്നും ശരിക്കും പറഞ്ഞാൽ 1/4 ഭാഗം പോലും ആൾക്കാരുണ്ടായിരുന്നില്ല. അത്രയും വലിയ ഗ്രൗണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എവിടെയാണ് ഫയർ വർക്ക്സ് നടക്കുന്നതെന്ന് ഞങ്ങൾക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഏത് സൈഡിലാണ് നടക്കുന്നതെന്ന്. പക്ഷെ ആൾക്കാരൊക്കെ ഒരേ ഡയറക്ഷനിലേക്ക് നടന്നു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും ആ ഡയറക്ഷനിലേക്ക് പോയി നിന്നു കേട്ടോ.
അങ്ങനെ ഫൈനലി എല്ലാവരും ആ ഒരു സൈഡിലാണ് നിൽക്കുന്നതെന്ന് കണ്ട് ഞങ്ങളും അവിടേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ കറക്റ്റ് ടൈമിൽ തന്നെ ഫയർ വർക്ക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റ്സ് ആയിരുന്നു കേട്ടോ ഫയർ വർക്ക്സിൻ്റെ ആ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അപ്പം ഇനി ഞാൻ കുറച്ച് നിങ്ങൾക്ക് ഫയർ വർക്ക്സ് ഒക്കെ കാണിച്ചു തരാം. എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ. ഈ വരുന്ന 2026 നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അടിപൊളി ഇയർ ആവട്ടെ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.